എല്ലാവരും പറയും യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. പക്ഷെ ശരിക്കും ഇതൊരു സെൽഫ് കോൺഫിഡൻസിന്റെ പ്രശ്നമല്ല, ഇതൊരു സെൽഫ് ട്രസ്റ്റിന്റെ പ്രശ്നമാണ്. നമ്മളെല്ലാവരും പലപ്പോഴും കുറച്ച് വർക്കൗട്ട് ചെയ്യണം എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ കുറച്ച് പഠിക്കണം എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഇന്ന് മൊത്തം ഞാൻ ഫോണൊന്നും വല്ലാതെ ഉപയോഗിക്കൂല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമുക്ക് കൊടുത്ത ആ പ്രോമിസ് നമ്മൾ തന്നെ ബ്രേക്ക് ചെയ്യും. കുറച്ച് കഴിഞ്ഞ ശേഷം ഇതൊക്കെ ചെറിയ കാര്യമല്ലേ, നാളെ ചെയ്താൽ പോരെ, നമുക്കിനി പിന്നെ ചെയ്യാമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അത് നമ്മൾ മാറ്റി വെക്കും. നമ്മളത് കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്യും. എല്ലാ ടൈമും ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്രെയിനിന് കിട്ടുന്നത് ഒരു എവിഡൻസ് ആണ്. ഈ വ്യക്തി വിചാരിച്ച കാര്യം ഈ വ്യക്തിക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാന്ന് ബ്രെയിൻ അവിടെ എവിഡൻസ് ആയിട്ട് വെക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സെൽഫ് ട്രസ്റ്റ് കുറയും. റിസർച്ചേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളത് സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചിട്ടുള്ള കാര്യം നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും, നമുക്കതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് എന്ന് വിശ്വസിക്കലാണ്. ഈ ഒരു കാര്യം നമ്മളെ ബ്രെയിനിൽ നമുക്ക് കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ നമ്മൾ വിചാരിച്ച ചെറിയ ചെറിയ കാര്യം പോലും നമ്മൾ ചെയ്യണം. വലിയ കാര്യത്തിൽ തുടങ്ങണമെന്ന് ആവശ്യമല്ല. എത്ര ചെറുതാണെങ്കിലും ഒരു 5 മിനിറ്റ് വർക്കൗട്ട് ചെയ്യണം, ഒരു ബുക്കിന്റെ ഒരു പേജ് വായിക്കണം എന്ന് മാത്രമാണെങ്കിൽ പോലും നമ്മളത് കൂട്ടുന്നുണ്ട്. അത് കൂട്ടുന്നതോടെ തന്നെ സെൽഫ് ട്രസ്റ്റ് കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി കൂടാനും ചാൻസ് ഉണ്ട്. അതേപോലെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ലൈഫിലൊരു ക്ലാരിറ്റി കുറവൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്ലാരിറ്റി എന്ന് കമന്റ് ചെയ്യുകയും ചെയ്യാം. നിങ്ങളെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കുറെ വർക്കുകളൊക്കെ തന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളിവിടെ പ്ലാൻ ചെയ്ത് തരും. ഇതേപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്നെ ഫോളോ ചെയ്യാം.